അടിപൊളി മഷ്റൂം കറി ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് കുറച്ച് മഷ്റൂം ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മഷ്റൂമിൻ്റെ ഈ ഒരു അടിഭാഗം ഒന്ന് പൊട്ടിച്ചിട്ട് വേറൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ മേലത്തെ ഭാഗത്തിലെ ഈ ഒരു തൊലി ഒന്ന് പൊട്ടിച്ചെടുക്കാം. എല്ലാ മഷ്റൂമിൻ്റെ ഈ ഒരു മേലത്തെ ഭാഗത്ത് ഈ ഒരു തൊലി നമുക്കിങ്ങനെ പൊട്ടിച്ചെടുക്കണം. പിന്നെ എല്ലാ മഷ്റൂമിൻ്റെ തൊലി ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം. എല്ലാ മഷ്റൂമും നമ്മൾ ഇതുപോലെ മുറിച്ചെടുക്കണം. പിന്നെ എല്ലാ മഷ്റൂമും ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മഷ്റൂം കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. ഒരു ഉള്ളി മുറിച്ചത്, ഒരു തക്കാളി മുറിച്ചത്, പിന്നെ 2-3 പച്ചമുളക് മുറിച്ചത്, പിന്നെ ഒരു ഇഞ്ചിയും, പിന്നെ ഒരു വെളുത്തുള്ളിയും, പിന്നെ കുറച്ച് കറിവേപ്പിലയാണ് നമുക്ക് കറിക്കായിട്ട് ആവശ്യം. ഇനി നമുക്ക് ഒരു കാസറോളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ഉള്ളി ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാം. ഉള്ളിയുടെ കളറൊന്ന് മാറി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച മഷ്റൂമും കൂടി ഇതിലോട്ട് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് അടച്ചു വെക്കാം. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ അടിപൊളി മഷ്റൂം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.